മദ്യവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഈ ദേശത്ത് എത്തിയിരിക്കുന്നത്. ഈ ദേശത്തായിരിക്കുന്ന എല്ലാ ദേശനിവാസികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം ക്ഷണിക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ മദ്യം ഒരു വല്ലാത്ത നിലയിലും നിലവാരത്തിലും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യൗവനക്കാരെ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നശിപ്പിക്കുന്ന ഈ വല്ലാത്ത സാഹചര്യത്തിൽ അതിൽ നിന്നും നമ്മുടെ യുവതലമുറയെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെയും സമർപ്പണത്തോടെയും മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമും ചീരംകുളം ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയും ഈ ദേശത്ത് എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവനങ്ങളിലും വഴികളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, മദ്യപാനിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മദ്യപാനിയുടെ ഭവനത്തിൽ നല്ല ആഹാരം കാണത്തില്ല, നല്ല വസ്ത്രം കാണത്തില്ല, നല്ല ജീവിത സാഹചര്യമില്ല. വല്ലാത്ത ഒരു ജീവിതമാണ്. നമുക്കറിയാം, മദ്യം നമ്മുടെ യുവതലമുറയെ വല്ലാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 വയസ്സുള്ള കുഞ്ഞു മുതൽ 60-70 വയസ്സായവർ വരെ ഈ മദ്യത്തിന് വല്ലാത്ത നിലയിൽ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ കൊച്ചുനാൾ, എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ പ്രായമായ പിതാക്കന്മാരൊക്കെ മദ്യപിക്കാറുള്ളത്. അതും മദ്യപിച്ചാൽ അവർ വലിയ പാപം ചെയ്തതുപോലെ ആരും അറിയാതെയൊക്കെ മദ്യപിച്ചുകൊണ്ടിരുന്നേ. അതൊക്കെ മാറി ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ ഒരു വീട്ടിലൊരു മരണം ഉണ്ടായാൽ മദ്യം വേണം, ഒരു കുഞ്ഞ് ജനിച്ചാൽ മദ്യം വേണം, എന്ത് കാര്യമുണ്ട്, എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും അതിൻ്റെ അവിഭാജ്യ ഘടകം മദ്യം എന്ന ഒരു നിലയിലേക്കും നിലവാരത്തിലേക്കും നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് നമ്മുടെ നാടിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം, 6 മാസമായ കുഞ്ഞിന് മുതൽ 60 വയസ്സായ അമ്മച്ചിമാർക്ക് പോലും റോഡേൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത നിലയിലും നിലവാരത്തിലും മദ്യം അതിൻ്റെ പാപ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ അമ്മച്ചിമാർക്കും 60 വയസ്സായ അമ്മച്ചിക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം അതുപോലെ വല്ലാത്ത നിലയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും നമ്മുടെ പുതുതലമുറ അമർന്നിരിക്കുകയാണ്. അതിൽ നിന്നൊരു മോക്ഷം പ്രാപിക്കുവാൻ, അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ടീമായി ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. ആയതിനാൽ അല്പസമയം ഈ ദേശത്തെ ദേശനിവാസികളുടെ നിങ്ങളുടെ വിലയേറിയ സമയത്തെ അല്പസമയം ഞങ്ങൾ ഈ ഉച്ചഭാഷിണിയിൽ ഈ ദേശത്തിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം, ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സേവ്യർ സാറിനെ ദൈവവചനം സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദസീമയ്ക്കകത്ത് അകലത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ ദേശനിവാസികൾ, ഭവനങ്ങൾക്കകത്ത് മറ്റ് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഇന്നു പകൽ ഞങ്ങൾ അറിയിക്കട്ടെ. മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമിൻ്റെയും മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമിൻ്റെയും ഇവിടെ തൊട്ടടുത്തുള്ള ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയായി ഞങ്ങൾക്ക് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ഇന്നു പകൽ ദൈവം സഹായിച്ച എല്ലാ വിധങ്ങൾക്കായും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതി കരയറ്റുകയാണ്. വർത്തമാനകാല സംഭവങ്ങൾ ഞെട്ടലോടെയും വിറയലോടുകൂടെയും മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രാരംഭത്തിൽ വയനാട് നിന്നുള്ള പ്രിയ മനോജ് പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ മദ്യം അതിൻ്റെ സകല അനുഭവങ്ങളും വെളിപ്പെടുത്തി ദേശത്ത് വല്ലാത്ത പ്രതിസന്ധി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന 1-2 സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വർത്തമാന പത്രത്തിലും ഇന്നലത്തെ TV ന്യൂസിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കണ്ണൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത്
മദ്യപിച്ച് വാഹനമോടിച്ച ഒരു സ്ത്രീ നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി. ഒടുവിൽ നാട്ടുകാരുമായി പ്രശ്നങ്ങളായി, നാട്ടുകാരെ തല്ലാൻ തുടങ്ങി. ഒടുവിൽ SI വന്ന് സ്ഥലത്ത് ശാന്തമാക്കാൻ ശ്രമിച്ച SIയെയും നടുറോഡിലിട്ട് തള്ളിയ ഒരു സ്ത്രീയുടെ വാർത്തയും അവരുടെ വിഷ്വൽസും ഒക്കെ ഇന്നലെ നമ്മൾ TV-യിൽ കണ്ടതാണ്. അപ്പോൾ തന്നെയാണ് കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത ഇന്നലെ തന്നെ പുറത്തു വരുന്നത്. പട്ടാപ്പകൽ നടുറോട്ടിലിട്ട് സ്വന്തം ഭാര്യയെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു ഭർത്താവിന്റെ വാർത്തയും ഇന്നലെ കണ്ണൂരിൽ നിന്ന് പുറത്തു വന്നു. അല്പം കൂടി കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം പോത്തൻകോട് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത. പെറ്റ കുഞ്ഞിനെ, ഏകദേശം 1.5 മാസത്തോളം മാത്രം പ്രായമുള്ള പെറ്റ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് കിണറ്റിലേക്ക് തള്ളിയിട്ട ഒരു മാതാവിന്റെ വാർത്ത. ഇത് ഒന്നോ രണ്ടോ ഒരു ദിവസത്തെ ഇന്നലത്തെ മെനഞ്ഞാത്ത വാർത്തകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്ര ഭീകരമായ വാർത്തകളാണ് നമ്മുടെ ചുറ്റിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസവിച്ച കുഞ്ഞിനെ ലോഡ്ജുമുറിക്കകത്ത് മൂക്കിനകത്ത് വെള്ളമൊഴിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന, ദയ കാണിക്കാത്ത പെറ്റമ്മയുടെ ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതാണ്. ലോഡ്ജിനകത്ത് റൂം എടുത്തിട്ട് കാലുകൊണ്ടടിച്ച് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി. എന്നിട്ട് കുഞ്ഞു മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ കുഞ്ഞിന്റെ കയ്യിൽ കടിച്ചു നോക്കിയ നരാധവന്റെ ചരിത്രം നമ്മൾ കണ്ടതാണ്. ചില നാളുകൾക്ക് മുമ്പ് അങ്കമാലിയിൽ 5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ചാക്കുകെട്ടിനകത്താക്കി വേസ്റ്റ് കൂമ്പാരത്തിൽ കൊണ്ടിട്ട നരാധവനെയും കേരളം കണ്ടതാണ്. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളാണ് നമ്മുടെ ചുറ്റിലും കാണുന്നത്. കൊല്ലം ജില്ലയിൽ കൊട്ടിയത്തിനടുത്ത് നടന്ന ഒരു സംഭവം. ഏകദേശം 18 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ 84 വയസ്സ് പ്രായമുള്ള വയോധികയായ ഒരു സ്ത്രീയെ മദ്യപിച്ച് ലഹരികെട്ട് പീഡിപ്പിച്ച ചരിത്രവും നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഇങ്ങനെ കേരളക്കരയിൽ ദിനം തോറും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേട്ട് മനുഷ്യന്റെ മനസ്സാക്ഷി മരവിക്കുമ്പോ ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിരുന്നത് പ്രായമായ ചില വ്യക്തികളൊക്കെ മദ്യപിക്കും. കള്ളു ഷാപ്പ് എന്ന് പറയുന്ന ഷാപ്പിൽ കയറി മദ്യപിച്ചിട്ട് പോകുന്ന ചില അനുഭവങ്ങളൊക്കെ മുമ്പിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രായമായവരുടെ മദ്യപാനം കുഞ്ഞുങ്ങളിലേക്ക് മാറുകയാ. ഏകദേശം 13, 14, 15 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ മദ്യപിച്ചിട്ട് നടുറോഡ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മയക്കുമരുന്നുകളും അതുപോലെയുള്ള അനുഭവങ്ങളുമായി ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമായി കേരളക്കരയിൽ ഇന്ന് സ്കൂൾ ക്യാമ്പസുകളിലൊക്കെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാരകമായ ലഹരി മരുന്നിന്റെയും ഒക്കെ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീർഘവർഷങ്ങൾ ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന മനുഷ്യനായതുകൊണ്ട് 13, 14, 15 വയസ്സ് പ്രായമൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ചരിത്രങ്ങൾ ഒരുപാട് പറയുവാനുണ്ട്. മണപ്പിക്കുന്നത്, നാക്കിനടിയിൽ വെക്കുന്നത്, നാക്കിൽ തേക്കുന്നത്, മുറിവുണ്ടാക്കി മുറിവിലൂടെ കയറ്റിവിടുന്നത്, സിറിഞ്ച് കൊണ്ട് കുത്തിവെക്കുന്നത്, ഇങ്ങനെ എത്ര മാരകമായ മയക്കുമരുന്നുകളാണ് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്ന് മിക്കവാറുമുള്ള സ്കൂളുകളിലൊന്നും പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവലും നടത്താൻ കഴിയില്ല. ഏത് ഫെസ്റ്റിവൽ നടത്തിയാലും മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘങ്ങൾ തന്നെ സ്കൂളുകൾക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാഗിനകത്ത് കഞ്ചാവ് പോലെയുള്ള മാരകമായ ലഹരി മരുന്നുകൾ കൊടുത്ത് അവരെ കാര്യറായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളും കേരളം എത്ര ദിവസം ചർച്ച ചെയ്തതാണ്. ഇത് ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുമ്പോ മറുഭാഗത്ത് പീഡനത്തിന്റെ ചരിത്രം മറ്റൊന്നും ഒരിക്കലും ഇല്ലാത്തതുപോലെ കേരളക്കരയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്ന പല ചരിത്രങ്ങളും പരിശോധിക്കുമ്പോ സ്വന്തം ഭവനത്തിനകത്തുള്ള വ്യക്തികൾ, ഏറ്റവും അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവർ, സ്വന്തം പിതാക്കന്മാർ, ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ ഓടി വന്ന് മടിയിലിരുത്തി ലാളിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന ചരിത്രങ്ങളും അതിന്റെ വാർത്തകളും പത്രത്താളുകളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാ. പണ്ട് ചങ്ങമ്പുഴയുടെ രമണനൊക്കെ പറഞ്ഞതുപോലെ പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ തൂങ്ങി മരിച്ച ഒരു ചരിത്രമായിരുന്നു ആ കാലഘട്ടത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് നടുറോഡിൽ പച്ചയ്ക്ക് കത്തിക്കുന്ന ചരിത്രത്തിലേക്ക് കേരളക്കര മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തിനാ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ചോദിച്ചാൽ, ആത്മഹത്യകൾ പെരുകുന്നു, കൂട്ടയാത്മഹത്യകൾ, മദ്യവും മയക്കുമരുന്നും അതിമാരകമായ
കിലോ കണക്കിന് കഞ്ചാവുകൾ മറ്റു ദേശങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. MDMA പോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. എല്ലാ വ്യവസായ മേഖലകളിലും, സിനിമാ മേഖലകൾ ഉൾപ്പെടെ സകല വ്യവസായ മേഖലകളിലും ഇന്ന് മയക്കുമരുന്ന് പിടികൂടിയിരിക്കുകയാണ്. നാളത്തെ വാഗ്ദാനങ്ങളായി, നാളെ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടവർ, നാളത്തെ വലിയ പ്രൊഫഷണലുകളായി മാറേണ്ടവർ, നാളെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തായി മാറേണ്ടുന്ന യുവതലമുറ ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് മകൾ പറയട്ടെ, കേരളത്തിലെ വളരെ വേദനയോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, കേരളത്തിലെ സ്ത്രീകളുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാം എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. എന്താണ് നമുക്ക് സംഭവിച്ചത്? വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? മറ്റൊരു കാലത്തുമില്ലാത്തതുപോലെ കേരളം, സാക്ഷര കേരളം, എത്ര അധികമായി വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഉയർന്നു. ഇന്റർനാഷണൽ നിലവാരത്തിൽ കിടപിടിക്കത്തക്ക നിലവാരത്തിലേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും നമ്മുടെ ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാ വിദ്യാസമ്പന്നരെന്ന് നമ്മൾ അഭിമാനിക്കുന്ന പലരുമാണ് ഇന്ന് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ ലഹരിക്കകത്താകുന്നത്. പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് നാം മറന്നു പോകരുത്. വിദ്യാഭ്യാസം കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകില്ല. ഈ സാമ്പത്തികമായ ദാരിദ്ര്യമാണോ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനമെന്ന് നോക്കുമ്പോ സമ്പന്നന്മാരുടെ വീട്ടിനകത്തും പുറത്തു പറയാൻ കഴിയാതെ വണ്ണം മദ്യവും മയക്കുമരുന്നും അവരെ പിടികൂടി നിൽക്കുകയാ. ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ തലേ ദിവസം കേരളം കുടിച്ചു തീർത്തതിന്റെ കണക്ക് നമ്മുടെ പത്രങ്ങളിൽ കണ്ടതാ. 71 കോടി രൂപയുടെ മദ്യമാ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളം ക്രിസ്മസിന്റെ തലേന്ന് കുടിച്ചു തീർത്തത്. 3 ദിവസം കൊണ്ട് ക്രിസ്മസ് കാലത്ത് കേരളത്തിലെ ബീവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവെന്ന് പറയുന്നത് ഏകദേശം 230 പരം കോടി രൂപയാണ്. അരി വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കേരളക്കര ഇന്ന് മദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം. ഈ അവസ്ഥയിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, എവിടെയും അക്രമം, അരാജകത്വം, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, നടുറോട്ടിലിട്ട് പച്ചയ്ക്ക് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന അനുഭവങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പക കാരണം നടുറോട്ടിലിട്ട് കുത്തി കൊലപ്പെടുത്തുകയാ, പട്ടിയെ കൊല്ലുന്നത് പോലെ മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന രംഗമായി കേരളത്തിന്റെ എറണാകുളവും തിരുവനന്തപുരവും മാത്രമല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരിക്കൽ നമ്മുടെ മെട്രോ നഗരങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗങ്ങളും അതിക്രമങ്ങളും ക്രിമിനൽ സ്വഭാവങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും കുട്ടികൊള്ളുകയാ. നമ്മുടെയൊക്കെ ഭവനത്തിനകത്തേക്കൊക്കെ ഇത് പലപ്പോഴും കയറി വന്നു നിൽക്കുമ്പോ ഈ കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കുടുംബങ്ങളിൽ സമാധാനമില്ല, കുടുംബ തകർച്ചകൾ, കുടുംബ കോടതികളിൽ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാ. ജഡ്ജിമാർ തികയുന്നില്ല കുടുംബ കോടതികൾ വിസ്തരിച്ച് കേസുകൾ തീർപ്പാക്കുവാൻ. വിശ്വസിച്ച് കരങ്ങളിൽ കുഞ്ഞിനെ പിടിച്ചുകൊടുത്ത് മാതാപിതാക്കൾ നെടുവീർപ്പോടെ ഭവനത്തിലേക്ക് പോയി ഏതാനും ദിവസങ്ങൾക്കകം അറിയുന്നു മൂർഖരെ കൊണ്ട് കടുപ്പിച്ച് അവൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്ന സൂരജ്മാർ കേരളത്തിൽ അരങ്ങുതാഴുകയാണ്. ഒരു കുടുംബത്തിലെ സകലരെയും സൈനൈഡ് എടുത്തു കൊല്ലുന്ന ജോളിമാർ അരങ്ങുവാഴുന്ന കേരളമായി കേരളം മാറുന്നു. എന്തുകൊണ്ട്? വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടായിട്ടാണോ? സമ്പത്തിന്റെ കുറവുണ്ടായിട്ടാണോ? ഇവിടെ സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക പ്രസംഗങ്ങൾ, രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ, ഇതിനൊന്നും ഒരു കുറവുമില്ല. ഇവിടെ ചാനലുകളും അന്തിച്ചർച്ചകളും ഒക്കെ തകൃതിയായി നടക്കുമ്പോ പള്ളികൾ, ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ, ആരാധനകൾ ഏതിനാ കുറവുള്ളത്? ഒന്നിനും ഈ നാട്ടിൽ കുറവില്ല. ധ്യാനകേന്ദ്രങ്ങൾക്ക് കുറവില്ല, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് കുറവില്ല, ഡി-അഡിക്ഷൻ സെന്ററുകൾക്കോ കൗൺസിലിംഗ് സെന്ററുകൾക്കോ കുറവില്ല. പക്ഷേ അതിക്രമങ്ങളും അരാജകത്വങ്ങളും ക്രിമിനൽ സ്വഭാവങ്ങളും ദേശത്ത് വർദ്ധിച്ചു വരുമ്പോ മദ്യവും മയക്കുമരുന്നും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ രാജ്യം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോ ഇതിനുത്തരം തരുന്ന ഒരു പുസ്തകമാണ് ഇന്ന് ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത്.
ഇതിന്റെയൊക്കെ മറുപടി പറയുവാൻ ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിലും മറ്റൊരു ആശയത്തിലും മറ്റൊരു ഇസങ്ങൾക്കും കഴിയാതിരിക്കുമ്പോ ഈ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഒരേ ഒരു മറുപടിയാ അതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്. മനുഷ്യരെ ഇത്തരത്തിലുള്ള അരാജകത്വത്തിലേക്ക്, ക്രിമിനൽ വാസങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള മദ്യപാനത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, ലഹരിയിലേക്ക് അവനെ തളച്ചിടുന്നത് അവന്റെ അകത്ത് വസിക്കുന്ന പാപമാണെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. സകല മനുഷ്യനും പാപിയായി ഭൂമിയിൽ ജനിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടവനെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് പാപം. ഭൂമിയിൽ ദൈവത്തിന്റെ കരം കൊണ്ടവൻ സൃഷ്ടിച്ചെടുത്ത നാസാരന്ധ്രങ്ങളിൽ ശ്വാസമൂതി അവരെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചെടുത്ത മനുഷ്യൻ ദൈവത്തോടുള്ള തന്റെ ബന്ധത്തെ നഷ്ടപ്പെടുത്തി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചതിനെ വേദപുസ്തകം വിളിക്കുന്ന പേരാ പാപമെന്ന്. ദൈവത്തോട് ബന്ധമില്ലാത്തവൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ പാപമാ. അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതൊക്കെ പാപമാ. ഈ പാപത്തിന് പരിഹാരം വരാതെ ഒരു മനുഷ്യന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സന്ദേശം ഒരു മതപരിവർത്തനമല്ല, ഇതൊരു മതത്തിന്റെ പ്രഭാഷണമല്ല, ഇതൊരു സാംസ്കാരിക പ്രഭാഷണമല്ല, ഇത് രാഷ്ട്രീയ പ്രഭാഷണമല്ല. ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത് ഒരുവനെ കുറിച്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി സ്വർഗം വെട്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സത്യദൈവമായ നിത്യജീവനായ മനുഷ്യന്റെ ഏക ആശ്രമായ പാപത്തിന്റെ ഏക പരിഹാരമായ യേശു ക്രിസ്തുവിനെ കുറിച്ച ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്. വിദ്യാസമ്പന്നനായാലും വിദ്യാവിഹീനനായാലും പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും ഏത് ദേശക്കാരനായാലും ഏത് ഭാഷക്കാരനായാലും തൊലിയുടെ നിറമെന്തായാലും സകല മനുഷ്യരും പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്നു. സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി എന്ന വിശുദ്ധ വേദപുസ്തകം പറയുമ്പോ പാപത്തിന്റെ പരിഹാരത്തിന് ഇവിടെ വന്ന ഒരു നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല, ഒരു മതങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, ഒരു സാംസ്കാരിക നായകന്മാരുടെ പ്രഭാഷണത്തിനും കഴിഞ്ഞിട്ടില്ല, ഒരു ജയിലറകൾക്കും കഴിഞ്ഞിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷനും കഴിഞ്ഞിട്ടില്ല, ഇവിടെയുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിനും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരേ ഒരു മാർഗം, പാപത്തിന്റെ പരിഹാരത്തിനായി ഒത്തിരി മാർഗങ്ങളില്ല, ഒരുപാട് സന്ദേശങ്ങളില്ല, ഒരേ ഒരു സന്ദേശം. ആ സന്ദേശമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാ. ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത, ആർക്കും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത, ആർക്കും ജീവിതത്തിന്റെ സ്നേഹസമ്പന്നമായ അനുഭവങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത മാനവകുലത്തെ, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയ ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശമാ. നരഭോജിയെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയ, ക്രിമിനൽ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, പകയ്ക്കുന്നവനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ശപിക്കുന്നവനെ അനുഗ്രഹിക്കാൻ പഠിപ്പിച്ച ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശമാ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേട്ടിട്ട് ആരും ബോംബുണ്ടാക്കാൻ പോയിട്ടില്ല. ഈ സന്ദേശം കേട്ടിട്ട് ആരും അക്രമം ഉണ്ടാക്കാൻ പോയിട്ടില്ല. ഈ സന്ദേശം കേട്ടിട്ട് ആരും ഹർത്താൽ നടത്താൻ പോയിട്ടില്ല. ഈ സന്ദേശം കേട്ടിട്ട് ആരും ഒരു ക്രിമിനൽ സ്വഭാവങ്ങളും വണ്ടി അടിച്ചു പൊളിക്കാൻ ആരും പോയിട്ടില്ല. എന്നാൽ ഈ സന്ദേശം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാ. മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാ. മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന പാപത്തിന്റെ പരിഹാരത്തിനായി ഒരുവൻ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു. ഞങ്ങൾക്കതാ നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ യേശു ക്രൂശിക്കപ്പെട്ടു. യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ല, യേശുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല, യേശുവിന്റെ മരണം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല, മറിച്ച് യേശുവിന്റെ മരണം പാപപരിഹാര ബലിയായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പാപത്തിന്റെ പരിഹാരത്തിനായി, പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള പ്രമാണത്തിന്, പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സ്വയംഭൂവായവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ, സർവവ്യാപിയായവൻ, സകലത്തെയും തന്റെ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തി സൃഷ്ടിച്ചവൻ, സ്വർഗീയ മഹിമകളിൽ വിടിഞ്ഞി താണഭൂമിയിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ പാപമൊഴികെ സകലത്തിലും മനുഷ്യന് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി ഉലകത്തിലേക്ക് വന്നു. പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, പാപമില്ലാത്തവൻ,
മാനവകുലത്തിന്റെ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയുടെ കൊലക്കളത്തിൽ ക്രൂശിക്കപ്പെട്ടു. ആ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം മാത്രമാ. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അത് നിങ്ങൾക്കും അനുഭവിക്കാം. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവരിയിൽ മരിച്ചുവെന്ന് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സൗജന്യമായി നിങ്ങൾക്കും പാപമോചനം ലഭിക്കും. ഈ പാപമോചനം ലഭിപ്പാൻ തീർത്ഥാടനങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, മറ്റൊന്നും ആവശ്യമില്ല. ഒരേ ഒരു മാർഗം, ഇത് കർമ്മമാർഗമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്നത് വിശ്വാസമാർഗമാ. വിശ്വാസത്താൽ ഇന്ന് മകൾ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന സകലർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. നാളുകളായി ഈ സുവിശേഷത്തിന്റെ സന്ദേശം രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരാ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളും മദ്യത്തിന്റെയും അതുപോലെയുള്ള പല അനുഭവങ്ങളുടെയും നടുവിൽ ക്രിമിനൽ സ്വഭാവങ്ങളോടെ തകർന്നു കിടന്ന അനുഭവങ്ങളിൽ നിന്ന് ഈ സന്ദേശമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവന്നത്. യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവൻ, കല്ലറയിൽ അടയ്ക്കപ്പെട്ടവൻ, കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് പകലും ജീവിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുകയാ. അവന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാ. മദ്യമില്ലാതെ, മയക്കുമരുന്നില്ലാതെ, ക്രിമിനൽ സ്വഭാവങ്ങളില്ലാതെ, അക്രമങ്ങളില്ലാതെ, കുടുംബ തകർച്ചകളില്ലാതെ നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലും പ്രത്യാശയുണ്ടാകുമെന്നേ, നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകുമെന്നേ, നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷമുണ്ടാകുമെന്നേ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാ. ഞങ്ങൾ ക്ഷണിക്കുന്ന ഒരു മതത്തിലേക്കല്ല, ഞങ്ങൾ ക്ഷണിക്കുന്ന ഒരു സംഘടനയിലേക്കല്ല, ഞങ്ങൾ ക്ഷണിക്കുന്നത് ക്രിസ്തുവിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗം. ആ മാർഗത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാ. എത്ര കടും ചുവപ്പായ നിങ്ങളുടെ പാപങ്ങളെയും വെൺമഞ്ഞ് പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ആ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം വെളിപ്പെടുത്തും. ഈ സന്ദേശം നിങ്ങൾക്ക് സന്തോഷം വെളിപ്പെടുത്തും. ഈ സന്ദേശം നിങ്ങൾക്ക് രോഗസൗഖ്യം നൽകും. ഈ സന്ദേശം നിങ്ങളുടെ അകത്ത് നിത്യജീവനെ വെളിപ്പെടുത്തും. നിത്യജീവനായ ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്റെ ദാസനിൽ കൂടെ ദേശത്തോടുള്ള ദൈവിക ആലോചന കൈമാറുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നമുക്ക് ചീരംകുളം ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയിലെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വളരെ മനോഹരമായൊരു ഗാനം പാടും. ശ്രദ്ധയോടെ ശ്രമിക്കാം. ഹലോ.
പ്രവർത്തിച്ചു ഞാൻ എങ്കിലും ഈ കൊമ്പിനെ എങ്കിലും ഈ കൊമ്പിനെ ഇത്ര നല്ല സ്നേഹമേ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവാണ്, യേശുവാണ്. നമുക്ക് വളരെ എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ഫിലിപ്പച്ചാൻ മുമ്പോട്ട് കടന്നു വന്ന് ഈ ദേശത്തെയും ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെയും ഭവനങ്ങളിലിരുന്ന് ഈ ദൈവവചനം കേട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ വലിയവനായ ദൈവമേ, എൻ്റെ ഈ പ്രിയപ്പെട്ട ആരാട്ടിയാർ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവമേ, നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശമാണ്. വിടുവിപ്പാൻ്റെ കർത്താവിന് മാത്രമേ കഴിയുന്നുള്ളൂ. വലിയ ലഹരി വിമോചനത്തോടുകൂടി അതിൻ്റെ അതിൻ്റെ ആത്മീയ സത്യങ്ങളെ കേൾപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഓരോ ജീവികളെ പ്രകാശമാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബങ്ങളുണ്ട്, കടഭാരങ്ങളിൽ കഴിയുന്ന കുടുംബമുണ്ട്. കർത്താവെ, വലിയ സാമ്പത്തിക പ്രയാസം കഴിയുന്നവരുണ്ട്, രോഗികളെ കഴിയുന്നവരുണ്ട്, ജീവിതഭാരങ്ങളിൽ കഴിയുന്നവരുണ്ട്, പ്രയാസങ്ങളിൽ കഷ്ടപ്പെട്ട് നെരുവിലും കഴിയുന്നവരുണ്ട്. കർത്താവെ, എൻ്റെ കർത്താവ് അറിയുന്നല്ലോ, ദേശത്തോട് നാളുകളായിട്ട് സുവിശേഷം പറഞ്ഞിരിക്കുന്നു. വിശേഷാല പ്രിയപ്പെട്ട ദൈവാസന്മാർ കൂടി അനിക്കപ്പെട്ട ഹാലിയ ദൂതുകൾ കൊടുക്കാൻ സഹായിച്ചല്ലോ. ദിവാസനെ അതിന് ഒരിക്കലായി സ്തോത്രം. പിന്നെ ഈ കർത്താവ് ചേരുകളുടെ ആലുവലിയ ചർച്ച ബോർഡിൻ്റെ ആലുവലിയ ഈ ഉദ്യമങ്ങൾ ദൈവം ഫലം തരുവാന്നൊക്കെ വേണം ഈ ദേശത്തോട് ഞങ്ങൾ ബില്ല് വെച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട വചനങ്ങൾ ഓരോ ഹൃദയങ്ങളിൽ ആഴമായി ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടപെടാകണമേ. ആലുവിൽ കർത്താവെ ചെവിയെ കേൾക്കുമാകണമേ, കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുമാകണമേ, അവരുടെ ജീവിതത്തെ പ്രകാശമാക്കണം. കർത്താവെ, ആലു ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ജോലിയിലായിരിക്കുന്നവരുണ്ട്, കർഷകരുണ്ട്, പലവിധമായ കാര്യങ്ങൾ കഴിയുന്നവരുണ്ട്, വിശ്രമം കഴിക്കുന്ന ഒരുപോലുണ്ട്. കർത്താവെ, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വിശ്വാസന നായകനും പൂർത്തി വരുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഈ ദേശത്തിന് രക്ഷ കൊടുക്കുവാനും എൻ്റെ ദൈവത്തിന് കഴിയുമല്ല. കർത്താവെ, മറ്റൊരു രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ ലംഘിപ്പിക്കാത്തൊരു കർത്താവ് ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാകയാൽ അവൻ്റെ നാം ഉയർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക്
നിൽക്കുന്ന ദൈവക്കുറയ്ക്കായ സ്തോത്രം. ദേശത്തോട് സംസാരിച്ചു. ദേശം ലജ്ജിക്കാൻ ധരിക്കരുത് കർത്താവേ. വലിയ പ്രവൃത്തി ദേശത്തോട് ചെയ്യണം, അനുഗ്രഹിക്കണം. പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം. വീണ്ടും വരുന്ന യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.